നമസ്കാരം. ഹണി റോസ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ച് സംസാരിച്ചിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ. ചെയ്തത് തെറ്റ്, ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 3 വർഷം ഒരാളെ ജയിലിൽ ഇട്ടാണോ നാം പ്രതികരിക്കേണ്ടതെന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നതെന്നും രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും കേസുമായി മുന്നോട്ടു പോകാതെ ഈ വിഷയം സമവായത്തിൽ തീർക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിലൂടെ ഹണി റോസിനെതിരെ രാഹുൽ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പൂജാരിയായിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ എന്നായിരുന്നു ഇതിന് രാഹുൽ ഈശ്വറിന് ഹണി റോസ് നൽകിയ മറുപടി. ഹണി റോസിന്റെ ഇത്തരം പ്രതികരണത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹണി റോസിന് ആദ്യം തന്നെ വലിയ ബഹുമാനം അർപ്പിക്കുന്നു. തെലുങ്കിലടക്കം നിരവധി സിനിമകൾ ചെയ്ത വ്യക്തിയാണ് അവർ. ഹണി റോസിന്റെ ആദ്യ സിനിമയായ ബോയ് ഫ്രണ്ട് മുതൽ അവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്റെ അടുത്ത സുഹൃത്തുമാണ്. അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന ഹണി റോസിന്റെ റേച്ചൽ എന്ന സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ഹണി റോസ് അഡ്രസ് ചെയ്യണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. എനിക്കെതിരെ വന്ന വിമർശനങ്ങളെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നു. ഞാൻ പൂജാരിയായാൽ അമ്പലങ്ങളിൽ ഡ്രസ് കോഡ് ഉണ്ടാക്കുമെന്നാണ് അവർ പറഞ്ഞ ഒരു കാര്യം. അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ ഇപ്പോൾ ഡ്രസ് കോഡ് ഉണ്ട്. പരിശുദ്ധ വത്തിക്കാനിൽ വരെ ഡ്രസ് കോഡ് ഉണ്ട്. വത്തിക്കാനിലും മക്കയിലും ക്ഷേത്രങ്ങളിലുമെല്ലാം സ്ത്രീകളും പുരുഷന്മാരും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ആരുടെയെങ്കിലും നിയന്ത്രണം പോകുമെന്ന ഉദ്ദേശത്തിൽ അല്ല അത്തരം നിർദ്ദേശം വെച്ചത്. പരസ്പര ബഹുമാനം, സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന് തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് ഇതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹണിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ വിമർശിച്ചോളൂ. അത് ഹണിയുടെ സ്വാതന്ത്ര്യമാണ്. ബോബി ചെമ്മണ്ണൂർ അത്തരം കാര്യങ്ങൾ പറഞ്ഞതിനോട് ആർക്കും യോജിപ്പില്ല. അത് ശരിയല്ലെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ക്ഷമ പറയാൻ തയ്യാറാകുന്നതും. പക്ഷേ BNS-ലെ സെക്ഷൻ 75 4-ാം ഉപവകുപ്പ് പ്രകാരം 1 മുതൽ 3 വർഷം തടവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം നടത്തിയ പ്രയോഗങ്ങൾ ശരിയല്ല. എന്നാൽ അതിന് ഒരാളെ 3 വർഷം ജയിലിൽ ഇടണോ എന്നുകൂടി ഹണി റോസ് ചിന്തിക്കണം. മോൺസ്റ്റർ എന്ന സിനിമയിൽ മോഹൻലാൽ സമാനമായൊരു ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസിനോട് നടത്തുന്നുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിൽ ജയസൂര്യയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ഞാൻ ഹണിയെ നേരിട്ട് വിമർശിക്കും, ദ്വയാർത്ഥം വെച്ച് വിമർശിക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ നിന്നും സിനിമയിൽ നിന്നും ഇത്തരം പ്രയോഗങ്ങൾ ഇല്ലാതാകണം. പക്ഷേ അതിന് കേസിന് പകരം ബോധവൽക്കരണവും പറഞ്ഞ് മനസ്സിലാക്കലും അതിലൂടെ മറുവശത്ത് നിന്ന് മാപ്പ് സ്വീകരിക്കലുമല്ലേ കുറെ കൂടി ശരിയെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് ബോബി ചെമ്മണ്ണൂർ മുന്നോട്ട് പോകണം. തൃശൂർ പൂരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. ബോച്ചയെ ഇവിടെ ആരും ന്യായീകരിക്കുന്നുമില്ല. പക്ഷേ ഹണി റോസ് കുറെ കൂടി വിശാല മനസ്കത കാണിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നാണ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹണി റോസിനൊപ്പമാണ്. പക്ഷേ സ്റ്റേജിൽ നിന്ന് 3 സെക്കൻഡുള്ള തമാശ പറഞ്ഞതിന് അദ്ദേഹത്തെ 3 വർഷം ജയിലിൽ ഇടണമെന്ന് ഹണി റോസ് പോലും കരുതുന്നുണ്ടാവില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അത്തരം ഒരു നിലപാടിലേക്ക് എത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും കൂടി രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. വസ്ത്രധാരണയിൽ ചില സഭ്യതകളും മാന്യതകളും മര്യാദയും വേണമെന്ന് പറയുന്നത് റീസണബിൾ പോയിന്റ് അല്ലേ? ഹണി റോസ് ഇന്നലെ കോടതിയിൽ പോയപ്പോഴും വളരെ കംഫർട്ടബിൾ ആയ വസ്ത്രമാണ് ധരിച്ചത്. ഇതേപോലത്തെ വസ്ത്രമാണോ പരിപാടികൾക്കും ഉദ്ഘാടനങ്ങൾക്കും പോകുമ്പോൾ ധരിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.